Welcome back to your doctor. Namodapan Dr. Satyan Karnanidhyanu. 12 വർഷമായി റെറ്റിനോ സർജനായി പ്രാക്ടീസ് ചെയ്യുന്നു. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ പുതുതായി ആരംഭിച്ച ന്യൂ മെഡിക്കൽ സെന്റർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത്. റെറ്റിന സർജറിയെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അഷ്റഫിനുള്ള ആൻസർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ആണോ അതോ ലെൻസ് ആണോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്നാണ് അഷ്റഫ് ചോദിച്ചിരുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഗ്ലാസ് കോൺടാക്ട് ലെൻസ് ഇതിൽ രണ്ടും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട്. ഒന്ന് കോസ്മെറ്റിക്, നോൺ കോസ്മെറ്റിക്. ഓക്കെ, ഇപ്പോൾ കോസ്മെറ്റിക് കൂടുതൽ കൺസേൺ ഉണ്ടെങ്കിൽ കോൺടാക്ട് ലെൻസ്. ഇപ്പോൾ ഇല്ല ഒന്നുകൂടിയും നല്ല ഒരു സേഫായിട്ട് ഒന്നൊരു ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ലാസിക്. ഓക്കെ, കോൺടാക്ട് ലെൻസിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മെയിൻ്റനൻസ്. സോ കൂടുതൽ അതിൽ നല്ല മെയിൻ്റനൻസ് ഉണ്ടാവണം. ഇപ്പോൾ കോൺടാക്ട് ലെൻസ് ഇത് ശരിയായി മെയിൻറ്റെയിൻ ആവില്ലെങ്കിൽ, if you don't take care of the lenses, then you will end up with problems. Okay, so you need to know how to use it. Okay, so the safest is the glasses. Okay, the spectacle is the safest. If you still feel cosmetic, then you can choose a contact lens. The various contact lenses available, disposable, daily disposable, weekly disposable, monthly disposable, all the options are there. ഓക്കെ ഡോക്ടർ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നെഗറ്റീവും ഒരു കണ്ണ് പോസിറ്റീവാണ്. ഒന്ന് ഷോർട്ട് സൈറ്റ്, ഒന്ന് ലോങ് സൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ റീഡിങ്ങിനോ മറ്റൊന്നും അദ്ദേഹത്തിന് പ്രോബ്ലം ഇല്ല. പക്ഷേ ഭാവിയിൽ കണ്ണിന് ഏതെങ്കിലും രീതിയിലുള്ള സ്പെക്സ് യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ളവർക്ക് പൊതുവെ സ്പെക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കോമൺ ആണോ അതോ അപൂർവമായി കണ്ടുവരുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് ശ്രീജിത്ത്, ദിസ് ഇസ് വെരി വെരി റയർ കണ്ടീഷൻ. കാരണം ഇതേപോലെ ഒരു കണ്ണിൽ മൈനസ് ഇന്നൊരു കണ്ണിൽ പ്ലസ് നോർമലായിട്ട് കാണാറില്ല. അത് സർജിക്കൽ കണ്ടീഷനിൽ വരുന്നുണ്ട്. സർജിക്കലിൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഓൾറെഡി മൈനസ് ഉണ്ട്, ഇപ്പോൾ ലെൻസ് വെച്ച ശേഷം അത് പ്ലസ് മാറും. ഇതുപോലെ കേസസ് ഉണ്ട്. ഇല്ല ചിലപ്പോൾ കാറ്ററാക്ട് കൂടുമ്പോൾ ഇങ്ങനെ പവർ ഡിഫറൻസ് ഉണ്ടാവും. സോ ദിസ് ഇസ് എ വെരി വെരി റയർ കണ്ടീഷൻ. അപ്പോൾ ഇതുപോലെ ഡിഫറൻസ് வந்து നോർമലി ഐ വിൽ നോട്ട് ടോളറേറ്റ്. ഐ ഡെഫിനറ്റ്ലി വിൽ നോട്ട് ടോളറേറ്റ്. ബിക്കോസ് ഇത് இந்த நம்பர் வெரி ஆகும்போது இமேஜோட சைஸும் வெரி ஆகும். ஸோ இமேஜ் டிஸ்பாரிட்டி வில் கிரியேட் லாட் ஆஃப் கன்ஃபியூஷன் இன் த பிரெயின். Okay, so minus lenses will give us minuscule images, small miniature images, while plus lenses will give us magnified images. So the rendum overlap agumbodhu ulla oru confusion, so they will end up with having double vision. So it's a confused condition. So definitely this has to be corrected. This has to be corrected. If this was a problem since birth, if they are born with this problem, this is very rare, they somehow they manage because of the suppression. The brain knows how to suppress. It takes input from the better eye, because minus it mostly prefers because the image will be much clear for the near. So the brain identifies it and takes the input from the dominant eye. Whereas if it sets in the much elderly age, okay, suppose in the mid age or in the elderly age, the brain is really in a fix, because it doesn't know how to perceive the image. There is immediately suppression doesn't happen. So the confusion starts. There we need to intervene surgically. Either if they have a problem like cataract, we can definitely correct it and implant a lens accordingly to whatever the power needed, we can give the final outcome. If they are young, there is no additional problem, we can do refractive surgery. It's called corrective surgery, corneal surgery, wherein the corneal thickness can be corrected accordingly to the power, and we can control the power. So this is definitely a significant condition where it has to be corrected. It has to be corrected. It definitely leads to a problem. Okay, മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് കാറ്ററാക്ട് സർജറിയെ കുറിച്ച് പറയുന്നത് കേട്ടു ഡോക്ടർ. ഇത് അഡ്വാൻസ് എത്രത്തോളം ഈ സർജറിയിൽ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്? ഇപ്പോൾ ഈ സർജറി മുൻ വർഷത്തെ അപേക്ഷിച്ച് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. I'll give you a brief idea about this. കാരണം ഇപ്പോൾ എന്നോട് സ്പെഷ്യാലിറ്റി കൂടുതൽ റെറ്റിന. സോ എനിവേ I'll give you some idea about the refractive surgery also. So there are a lot of advancement happening in this field. This is mainly a technology.
earlier it is called LASIK, now it is called femtosecond LASIK. The difference between both the technology is one is using blade, other using it's blade free. So it's a total laser technology. Even in the femtosecond LASIK, which is a recent advancement available, in the NMC we have a platform called iDesign. Okay, we have it in Abu Dhabi. It's called femtosecond LASIK, blade free LASIK, wherein we use the laser technology, excimer laser, to cut the flap. Okay, so this is more precise, more accurate. The results also more accurate. Okay, So this is a recent technology. ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഓക്കെ, ഫ്രാൻസിസ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ലാസിക്കിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയാണ്. പറയാം ഫ്രാൻസിസ്. എന്റെ ദൂരക്കാഴ്ചക്ക് വേണ്ടി ലാസിക് ട്രീറ്റ്മെന്റ് കോയമ്പത്തൂര് 2002 നടത്തിയിരുന്നു. ഓക്കെ. അപ്പൊ അന്ന് മുതൽ പക്ഷെ എനിക്ക് റീഡിങ്ങിന് അത് ഉപയോഗപ്പെട്ടില്ല. റീഡിങ്ങിന് ഞാൻ ഗ്ലാസ് ഉപയോഗിക്കുകയാണ്. ഓക്കെ. അപ്പൊ ലാസിക് കൊണ്ട് റീഡിംഗ് എന്നുള്ള ഗ്ലാസ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഫ്രാൻസിസ്, ഇതിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ കണ്ടീഷൻ. ഇത് മയോപിക് കണ്ടീഷനുക്കാ വേണ്ടി ഉള്ള ഒരു ട്രീറ്റ്മെന്റ്, അതായത് ദൂരക്കാഴ്ചയ്ക്കാ വേണ്ടി. സോ നമ്മൾ ദൂരക്കാഴ്ചയ്ക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ റീഡിംഗ് പ്രോബ്ലം ഉണ്ടാവും. അത് നേരത്തെ അത് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും നേരത്തെ. ഓക്കെ, ഇത് റീഡിംഗ് പ്രോബ്ലം, ഇത് പ്രായമായുള്ള കണ്ടീഷൻ. അപ്പോൾ ഇത് മൈനസ് പവർ ബാലൻസ് ചെയ്യുമ്പോൾ പ്ലസ് പവർ ഇൻക്രീസ് ആവും. റീഡിംഗ് പ്രോബ്ലം കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് വേണ്ടി വരും. അത് നോർമൽ കണ്ടീഷൻ. ഓക്കെ. പിന്നെ ലാസിക് എല്ലാവരിലും, എന്റെ ഇപ്പൊ മകനും ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എത്ര വയസ്സിന് ശേഷം ലാസിക് ചെയ്യണം ഡോക്ടർ? ലാസിക് 18 കംപ്ലീറ്റഡ് ഇയേഴ്സ് ശേഷം ഇത് ലാസിക് ചെയ്യാൻ പറ്റും. പിന്നെ പല കണ്ടീഷൻസ് ഉണ്ട്. പവർ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. മിനിമം ഒരു 6 months പവർ സ്റ്റേബിളായിട്ട് ഒരു പവർ കിട്ടണം. റെറ്റിന പ്രോബ്ലം റൂൾ ഔട്ട് ചെയ്യണം. ലാസിക് കൊണ്ട് പലരും പറയുന്ന കേട്ടു, ലാസിക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആ എഫക്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും? ഇല്ല, ലാസിക് അത് കറക്റ്റാണ് ഒരു കണ്ടീഷനിൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ചെറിയ പവർ ഒരു 0.75 ഇങ്ങനെ -1 ഇങ്ങനെ ചെറിയ പവർ ചെയ്യുമ്പോൾ അത്ര ഒരു റിസൾട്ട് കിട്ടില്ല. കൂടുതൽ ഇപ്പോൾ -3 ശേഷം ഉള്ള ഒരു കണ്ടീഷനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്നെ ചെയ്തപ്പോ -5 ആയിരുന്നു. പക്ഷെ എനിക്ക് 2002 ചെയ്തതുകൊണ്ട് ഇപ്പോഴും അതേപോലെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഉണ്ട്. യെസ്, അത് അങ്ങനെ പവർ കൂടുമ്പോൾ അതോടെ എഫക്റ്റും കൂടും. അഡ്വാൻറ്റേജസ് ഇൻക്രീസ്. വെൽക്കം. ഓക്കെ ഫ്രാൻസിസ്, ഉത്തരം ലഭിച്ചെന്നായിരുന്നു വിളിച്ചിരുന്നത്. കാറ്ററാക്ട് സർജറിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി സംസാരിച്ചുകൊണ്ടിരിക്കാം. കണ്ടിന്യൂ ചെയ്യാം. കാറ്ററാക്ട് സർജറി ഇപ്പോൾ ഇത്തിരി അഡ്വാൻസ്മെൻറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഐ സർജറി ഉണ്ടായാലേ കാറ്ററാക്ട് സർജറി വി ആർ വെരി മച്ച് ഫെമിലിയർ അബൌട്ട് ഇറ്റ്. ഇറ്റ് സ്റ്റാർട്ടഡ് നിയർലി 1000 years back where they started with couching. മോസ്റ്റ് ക്രൂഡ് മെത്തേഡ്. ഇപ്പോൾ അത് അഡ്വാൻസ് ആയി ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഫേക്കോ എമൽസിഫിക്കേഷൻ, ഇൻസിഷൻ വൈസ് ഇത് ഇപ്പോൾ കുറയുന്നുണ്ട്. ഇപ്പോൾ മിനിമം ഇൻസിഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് 1.8 millimeter, 1.8 millimeter മൈക്രോ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി we are performing in New Medical Center. So the advantage of phaco emulsification, again, it's easy rehabilitation. Pellame ipo advancement is mainly for how fast we can put the patient back to work. They can be in active life. So cataract surgery now it has become very, very predictable and most successful surgery in the medicine history. Okay, but technology for phaco emulsification adali on the platform we are having very advanced machine which increases the speed of the surgery. Ipo surgery we can be completed even in 10 minutes. Earlier it was taking half an hour. We are completing in 10 minutes because of, again, thanks to the technology and the expertise of the surgeons. And also advancement happening in the lens, intraocular lens. This is another area where we are seeing the great advancements. The lenses what we are having has monofocals, multifocals,
toric lenses, multifocal and toric. Okay, so so these are the various cases, the various lenses available for various conditions. Okay, the whatever the still what we are seeing, this is actually a LASIK. Okay, this is a LASIK, how the LASIK is performed. Okay, so in this as I told, we make a small flap in the cornea. Okay, it is something like flap, we reflect it, and you can see the red beam focusing on the center of the cornea. It basically something like it doing a lathe. Okay, it reduces the thickness of the cornea in the center, and accurately it measures the power, how much it has to be reduced, and we get the power and put the flap back. Okay, it goes back, attaches very nicely immediately, and patient can see even the very next day, and that's how the LASIK surgery ഓക്കെ, is ഈ performed. ലാസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പ്രേക്ഷകൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിച്ചതുപോലെ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞതിന് ശേഷം ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? For the stability. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ലാസിക് ചെയ്തിട്ട് നോർമൽ ഇത് പെർമനൻ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ്. സോ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്തിട്ട് പിന്നെ പവർ കൂടുന്നുണ്ട്, അപ്പോൾ ഒരു യൂസ് ഇല്ല ഇതിൽ, പിന്നെയും ഗ്ലാസ് യൂസ് ചെയ്യണം. സോ അതുക്ക് വേണ്ടി 18 years അതൊരു കോമൺ ആയിട്ട് ഒരു ഏജ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി, മെച്യൂരിറ്റി, ഐൻ്റെ മെച്യൂരിറ്റി കംപ്ലീറ്റ് ആവും. സോ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റേബിളാണ് ഒരു റിഫ്രാക്റ്റീവ് കണ്ടീഷൻ കിട്ടും 18 years. ഓക്കെ ഡോക്ടർ, നിരവധി ചോദ്യങ്ങളും എസ്എംഎസുകളൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവനായും ചോദിക്കാൻ സമയം കിട്ടില്ല, എന്നാലും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഗ്ലൂക്കോമയെ കുറിച്ചൊന്ന് വിശദമായി പറയാൻ സാധിക്കുമോ എന്ന് മുഹമ്മദ് അനീഫ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ഗ്ലോക്കോമ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് പ്രഷർ എങ്ങനെ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ബോഡിയിൽ ബ്ലഡ് പ്രഷർ വരുമ്പോൾ അതേപോലെ കണ്ണിലും പ്രഷർ വരുന്നുണ്ട്. സോ കണ്ണ് പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ അത് കണ്ണിന് നരമ്പ് ബാധിക്കുന്നുണ്ട്. സോ ഇത് ഗ്ലോക്കോമ എன்ற കണ്ടീഷൻ പറയുന്നു. ഓക്കെ, സോ നോർമൽ ഐ പ്രഷർ 20 millimeter mercury. ഓക്കെ, ഇത് കൂടുതലാകുമ്പോൾ ഗ്ലോക്കോമ എന്ന് പറയും. ഗ്ലോക്കോമ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ യാതൊരു ബാധിപ്പും ഉണ്ടാവില്ല. 90% ഓഫ് ഓപ്റ്റിക് നെർവ് അഫക്റ്റ് ആകുമ്പോൾ കണ്ണിൻ്റെ ഒരു ഫീൽഡ് വിഷൻ കുറവുണ്ടാവും, ടണൽ വിഷൻ പോലെ ഉണ്ടാവും. ആദ്യം സൈഡ് വിഷൻ കുറയും, പിന്നെ ഒരു ചെറിയൊരു ടണൽ പോലെ ഒരു ചെറിയൊരു ഐലൻഡ് ഓഫ് വിഷൻ കിട്ടും. ഇത് അഡ്വാൻസ് കണ്ടീഷൻ. ഇത് ഇങ്ങനെ പ്രഷർ കൺട്രോൾ ആയിട്ടില്ല, കണ്ണിൻ്റെ പ്രഷർ എപ്പോഴും കൂടുതലുണ്ട്. സോ ഫൈനൽ പതുക്കെ നരമ്പ് ഡാമേജ് ആയിട്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ലോസ് ഉണ്ടാവും. സോ സ്റ്റാർട്ടിങ്ങിൽ ഐ സ്ക്രീനിങ് അപ്പോൾ പ്രഷർ നോക്കിയിട്ട് ഇങ്ങനെ പ്രഷർ കൂടുതലുള്ള കണ്ടീഷൻ അപ്പോൾ മെഡിസിൻസ് ഡ്രോപ്സ് കൊണ്ട് കുറയ്ക്കും. ഇത് വെറൈറ്റി ഓഫ് ഡ്രോപ്സ് ഉണ്ട്. ആദ്യം സിംഗിൾ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യും, ഇപ്പോൾ അതിൽ കൺട്രോൾ ആയിട്ടെങ്കിൽ സെക്കൻഡ് ഡ്രോപ്പ് ആഡ് ചെയ്യും, പിന്നെ തേർഡ്, ഫോർത്ത്, പിന്നെ അത് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ അത് ലേസർ ട്രീറ്റ്മെൻറ്റ്, ട്രബിക്ലോപ്ലാസ്റ്റി, SLT എன்ற ഒരു ലേസർ ഉണ്ട്, പിന്നെ യാഗ് പെരിഫറൽ അരിട്ടമി ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിലെയും കൺട്രോൾ ആയിട്ടില്ല, പിന്നെ സർജറി ഉണ്ട്. ഓക്കെ, ട്രബിക്ലോപ്ലാസ്റ്റി എன்ற സർജറി ഉണ്ട്. സോ അതിൽ പ്രഷർ കൺട്രോൾ ആവും, ഇതിൽ നരമ്പ് ഡാമേജ്, ഓപ്റ്റിക് നെർവ് ഡാമേജ് കുറവുണ്ടാവും. We can preserve the vision. Okay, so this is also again preventable blindness. Idum association undu, diabetes li association undu. Diabetic patients ku, hypertensive patient ku glaucoma incidence koodudal. So diabetic screening appo pressure nokkum, cataract nokkum, retina nokkum. So all three conditions are very important. ഓക്കെ ഡോക്ടർ, ഒരു വൈദ്യപ്പേണ്ട സമയം എന്തായാലും പെട്ടെന്ന് ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയാനുള്ള ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, കുട്ടികളിൽ കണ്ടുവരുന്ന കണ്ണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നൊരു പ്രശ്നം ചോദിച്ചു. Yes, Srijit. Childhood eye disease is the most neglected component. Karanam, you all know that child doesn't complain. Okay, so the refractive error problem which happens in the childhood, in the school age, which mostly gets unnoticed, and when they end up in the college time, so it's finally we have the glass related issues. Okay, so this can be definitely identified at young age by school screening. Okay, the most important aspect of this childhood refractive problems is the amblyopia. That's a lazy eye. So when we don't correct this condition at the young age,
So we end up in a condition called amblyopia, lazy eye. This cannot be corrected. So this is very, very important. So if you don't identify the refractive error before the age of 8-9 years, so we are not going to correct it later. So eye screening is very important at the age of the second, third grades. Okay, so immediately we can give the glasses and we can prevent the amblyopia. ഓക്കെ ഡോക്ടർ, എന്തായാലും വളരെ വളരെ നന്ദി. ഇനിയും നിരവധി ചോദ്യങ്ങൾ SMS ആയി പ്രേക്ഷകർ അയച്ചിട്ടുണ്ട്. തീർച്ചയായും ഡോക്ടർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. തിരിച്ച് ഡോക്ടർ നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നതുമായിരിക്കും. എന്തായാലും ഡോക്ടർ ഇത്രയും സമയം റെറ്റിനയെക്കുറിച്ചും റെറ്റിനോപ്പതിയെക്കുറിച്ചും സർജറിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഉത്തരം നൽകിയതിന് നന്ദി. എപ്പോഴും പറയാനുള്ളതുപോലെ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 വരെ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ന്യൂ മെഡിക്കൽ സെന്റർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടാവും. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. Thank you.